കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇരുവരുടെയും ഇളയ സഹോദരൻ പ്രമോദിനെ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഊർജിതമായി തുടരുന്നത്. പ്രമോദിനെ ഇന്നലെ മുതലാണ് കാണാതായത്. വിവരങ്ങളുമായി ഗോകുൽ വേണുഗോപാലാണ് ചേരുന്നത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ സഹോദരനെ കാണാനില്ല. ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ചില അന്വേഷണങ്ങളൊക്കെ ഇന്നലെ നടന്നിരുന്നു. പക്ഷേ ഫോണിൽ ബന്ധപ്പെടാനാകുന്നില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരം എന്താണ്? ഉന്മേഷ്, ക്രിസ്റ്റീന, ഇന്നലെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകം നടന്നത്. പ്രമോദ് തന്നെയാണ് തൻ്റെ സഹോദരി മരിച്ച വിവരം ബന്ധുക്കളെയും മറ്റു സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പുലർച്ചെ 5 മണിയോടുകൂടി സഹോദരിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചറിയിക്കുകയായിരുന്നു. ബന്ധുക്കൾ വന്ന് നോക്കുമ്പോഴേക്കും സഹോദരിമാർ 2 പേരും മരിച്ചിട്ടുണ്ടായിരുന്നു. പ്രമോദിനെ അന്വേഷിച്ച സമയത്ത് പ്രമോദിനെ കാണാനില്ല. പിന്നീട് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇയാളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ സമയത്ത് കോഴിക്കോട് ഫറൂഖിനടുത്ത് ഇയാളുടെ മൊബൈൽ ഫോൺ അവസാനമായി റിങ് ചെയ്ത് അല്ലെങ്കിൽ ഓഫ് ആയത് ഫറൂഖ് സ്റ്റേഷൻ പരിധിയിലാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. പിന്നീട് വിളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണുള്ള സന്ദേശമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. CCTV-കൾ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. തീരദേശ മേഖലകളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഇവർ 3 പേരും ചേവായൂരിനടുത്ത വീട്ടിൽ 3 വർഷമായി വാടക വീട്ടിൽ കഴിയുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ പല അസുഖങ്ങളും ഇവരെ അലട്ടിയതായിട്ടുള്ള വിവരവുമുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബം വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. പല അസുഖങ്ങളുണ്ടായതിനാൽ മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. 2 പേരും അസ്വാഭാവിക മരണത്തിനായിരുന്നു 2 പേരുടെ മരണത്തിന് ഇന്നലെ കേസ് എടുത്തതെങ്കിൽ പിന്നീട് വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇവർ 2 പേരും മരിച്ചത് ശ്വാസം മുട്ടിയാണ് എന്ന ഒരു കണ്ടെത്തൽ ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രമോദിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു. ഫറൂഖിലാണ്, കോഴിക്കോട് നിന്നും ഒരു 15 കിലോമീറ്ററിനുള്ളിലാണ് ഫറൂഖ്. ആ പ്രദേശത്താണ് പ്രമോദിന്റെ മൊബൈൽ ഫോൺ അവസാനമായി ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയൊക്കെ എന്നിവരുടെ വാടകയ്ക്ക് കഴിഞ്ഞ വീട്ടിൽ നടക്കുകയും ചെയ്യും. ഉന്മേഷ്, ക്രിസ്റ്റീന. ഗൂഗിൾ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.